ഏറ്റവും ബഹുമാന്യനായ കേരള രാഷ്ട്രീയത്തിലെ സമുന്നത നേതാക്കളിൽ ഒരാളും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സ്ഥാനാർത്ഥിയുമായ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, വേദിയിലുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവും പ്രിയങ്കരനായ ശ്രീ ബെന്നി കക്കാട്, ഈ പരിപാടി സംഘടിപ്പിക്കുകയും ഇതിന് സ്വാഗതം പറയുകയും ചെയ്ത സാജു മോഹൻ, വേദിയിലുള്ള എൻ്റെ പ്രിയ നാട്ടുകാരൻ, എൻ്റെ മണ്ഡലക്കാരനായ AIPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ ദിലീപ് അടക്കമുള്ള നേതാക്കന്മാർ, എൻ്റെ മുമ്പിലിരിക്കുന്ന AIPയുടെ പ്രവർത്തകന്മാരും വളണ്ടിയേഴ്സുമായിട്ടുള്ള സഹപ്രവർത്തകന്മാരെ, ഇവിടെ നമ്മുടെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മറ്റു സഹോദരി സഹോദരന്മാർ, ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സമരങ്ങളിലൊന്നായി ഈ സമരം മാറുകയാണ്. ഇന്ത്യയുടെ ഏറ്റവും ശ്രദ്ധേയനായ അല്ലെങ്കിൽ വ്യത്യസ്തനായ ഒരു മുഖ്യമന്ത്രി, ഡൽഹിയുടെ ഭീകരനായ ഭരണാധികാരി, മോദി ഗവൺമെന്റിന്റെ പീഡനമറകളാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഇന്ത്യയിലാകമാനം ഇതുപോലെയുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഇതിന് കാരണമായിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി എന്തെല്ലാം ദുഷ്ടലാക്കോട് കൂടിയാണോ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തും പീഡിപ്പിച്ചും ജയിലിലടച്ചും അവരെ നിശബ്ദരാക്കുകയും എല്ലാ എതിർ ശബ്ദങ്ങളെയും ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏകാധിപത്യത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അത് തടയുന്നതിന് വേണ്ടിയാണ് ഈ സമരം AIPയുടെ നേതൃത്വത്തിൽ, ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലാകമാനം നടക്കുന്നത്. തിരുവനന്തപുരത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ മറ്റെല്ലാ പ്രഗത്ഭരായ നേതാക്കന്മാരെയും സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമരത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എന്നുള്ള നിലക്ക് ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഇന്ത്യയിലാകമാനം ഈ സമരം നടക്കുമ്പോൾ എന്റെ പാർട്ടിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ ഒരു പ്രസ്താവന വഴി ഇതിന് പിന്തുണ അർപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷങ്ങളുടെയും, ഇന്ത്യ മുന്നണി മാത്രമല്ല, ഇന്ത്യയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒരു ശബ്ദമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ത്യയെ എങ്ങോട്ടാണ് മോദി കൊണ്ടുപോകുന്നത് എന്നതിന്റെ ചെറിയ ഉദാഹരണം മാത്രമാണ് ഞാൻ വന്നപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ ബെന്നിയും, അതിനുശേഷം തന്റെ ഉറച്ച സ്വരത്തിൽ ശബ്ദത്തിൽ ബഹുമാന്യനായ ശ്രീ പന്ന്യൻ രവീന്ദ്രനും ഇവിടെ വരച്ചു കാണിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പൗരസ്വാതന്ത്ര്യം ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുന്ന വിധത്തിൽ ഇന്ത്യയുടെ ഭരണാധികാരി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ ഭാഗം തന്നെയാണ് ഇന്ത്യയിലെ ഔദ്യോഗികമായ സർക്കാർ ഏജൻസികളെ കൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാരെയും ഭരണാധികാരികളെയും അവർ ഇതുപോലെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹേമന്ത് സോറൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയെ നേരത്തെ അവർ ഇതുപോലെ ജയിലിലടച്ചു കഴിഞ്ഞു. ആ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ കേസെടുത്തപ്പോഴേക്ക് അദ്ദേഹം രാജിവെച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യയിൽ മറ്റു ഭരണാധികാരികളിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ധീരനായ അരവിന്ദ് കെജ്രിവാൾ ഞാൻ രാജിവെക്കില്ല, മുഖ്യമന്ത്രിയായിക്കൊണ്ട് തന്നെ ജയിലിൽ പോകും, മുഖ്യമന്ത്രിയായിക്കൊണ്ട് ജയിലിൽ നിന്നുകൊണ്ട് ഞാൻ രാജ്യം ഭരിക്കും, എന്റെ സംസ്ഥാനം ഭരിക്കും എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമരം കത്തിജ്വലിക്കുകയാണ്. ഇന്ത്യയിലാകമാനം ഈ സമരം കൊടുമ്പിരിക്കൊള്ളുകയും അവസാനം മോദി ഭരണത്തിന് അന്ത്യം കുറിക്കുകയും ചെയ്ത വിധത്തിലേക്ക് ഈ സമരം മാറിക്കഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 1975-77 കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥയെ കുറിച്ച് ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ ഇന്ന് അടിയന്തരാവസ്ഥക്കാലത്ത് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച ആളുകളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് അതിഭീകരമായി ഇന്ത്യയുടെ എല്ലാ വിഭാഗ ജനങ്ങളുടെയും പൗരാവകാശങ്ങളെയും പൗരസ്വാതന്ത്ര്യത്തെയും നിഷേധിച്ചുകൊണ്ടാണ് മോദി ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേക്കും മോദി പറഞ്ഞു 400-ൽ പരം സീറ്റുകൾ ഞങ്ങൾ നേടുമെന്ന് പറഞ്ഞു. 370 ഞങ്ങളുടെ മിനിമം ടാർഗറ്റ് ആണ് എന്ന് പറഞ്ഞു.
അവസാനം മിനിമം ടാർഗറ്റ് മാത്രമല്ല, മോദിക്ക് കേവല ഭൂരിപക്ഷം പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള നേതാക്കന്മാരെ, ഞാൻ വെറുതെ പറയുന്നതല്ല, മോദി എന്തിനാണ് CAA കൊണ്ടുവന്നത് എന്നിപ്പോ ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ചു പോയ ശ്രീ പന്നന്റെ വീട്ടിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ CAA കാര്യം മാത്രം കൊണ്ട് ഭരണം നേടാൻ കഴിയില്ല. മറിച്ച് ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം വിഭാഗീയത ഉണ്ടാക്കി മുസ്ലിങ്ങളെ അപരവൽക്കരിച്ചുകൊണ്ട് ഹിന്ദുക്കളുടെ വോട്ട് മാത്രം നേടിക്കൊണ്ട് രക്ഷപ്പെടാമെന്നാണ് മോദി വിചാരിച്ചതെങ്കിൽ, ആ ഹിന്ദുക്കളൊക്കെ വാൽമീകി മഹർഷിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മാമുനിമാരുടെ നേതൃത്വത്തിൽ അവരുടെ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ഹിന്ദുക്കളായതുകൊണ്ട് അവരാരും മോദിക്ക് വോട്ട് ചെയ്യുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അടുത്ത നമ്പർ എടുത്തിരിക്കുകയാണ്. ഇതുപോലെയുള്ള ED കൊണ്ടും അതുപോലെ തന്നെ IT കൊണ്ടുമൊക്കെ അന്വേഷണം പ്രഖ്യാപിച്ച് ഓരോ പ്രതിപക്ഷ നേതാക്കന്മാരെയും മുഖ്യമന്ത്രിമാരടക്കമുള്ള ഭരണാധികാരികളെയും പീഡിപ്പിക്കുക എന്ന ലക്ഷ്യം. ഇതുവഴി വോട്ട് കിട്ടുമെന്നാണ് നരേന്ദ്രമോദി ലക്ഷ്യം വെച്ചത്. എന്നാൽ ഒരു കാര്യം ഉറപ്പിക്കാം, ശ്രീ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ആളുകൾ പുറത്തു വരികയും അവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർ ക്യാമ്പയിനറായി മാറുകയും രാഹുൽ ഗാന്ധിയോടൊപ്പം കെജ്രിവാളും കൂടി കൈകോട്ട് പിടിച്ചാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം മറ്റൊന്നായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തെറ്റിദ്ധാരണയാണ്. മോദി ഭരണം വന്നതിന് ശേഷം 171 നേതാക്കന്മാരെ ED അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ 171 നേതാക്കന്മാരിൽ 164 പേരും പ്രതിപക്ഷ നേതാക്കന്മാരാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. 2009 മുതൽ 14 വരെ ഭരിച്ച മൻമോഹൻ സിംഗിന്റെ UPA ഭരണമുണ്ട്. അന്ന് ആകെ ED അറസ്റ്റ് ചെയ്തത് 24 രാഷ്ട്രീയ നേതാക്കന്മാരെയാണ്. 24 രാഷ്ട്രീയ നേതാക്കന്മാരെയാണ്. ആ 24 രാഷ്ട്രീയ നേതാക്കന്മാരിൽ 14 പേർ മാത്രമാണ് പ്രതിപക്ഷ നേതാക്കന്മാർ ഉണ്ടായിരുന്നത്. 12 പേർ ഭരണകക്ഷി നേതാക്കന്മാരായിരുന്നു. എന്നാൽ മോദി ഭരിച്ച സമയം എന്ന് പറയുന്നത് 171 നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ 164 പേരും പ്രതിപക്ഷ നേതാക്കന്മാരാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ആരാണ് ഈ രാജ്യത്തെ ഭരണഘടനയെ അസ്ഥാനത്താക്കിക്കൊണ്ട് എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് മൗലികാവകാശങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് ഈ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ട് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ സ്വരങ്ങളെയും നിശബ്ദമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് നിശബ്ദമാക്കുകയല്ല, ഈ ശബ്ദങ്ങളൊക്കെ തന്നെ കൂടുതൽ ഉച്ചത്തിൽ ശബ്ദായമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് വെറുതെ പറയുന്നതല്ല. അന്താരാഷ്ട്ര ഏജൻസികൾ പോലും ഒരു കാര്യം കൂടി നിങ്ങൾ അറിയണം. 2002 ഗുജറാത്തിലെ വംശീയ കലാപത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് 2004 മുതൽ അമേരിക്ക വിസ നിഷേധിച്ച ഒരു വ്യക്തിയാണ്, വിസ നിഷേധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി. വംശീയ കലാപം നടന്ന കാലത്ത് അവിടെയുള്ള ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് ആ കാര്യത്തിൽ നിഷ്പക്ഷമായ ഒരു ഭരണം നടത്തിയില്ല, എല്ലാ ആളുകൾക്കും സംരക്ഷണം കൊടുത്തില്ല എന്നുള്ളതിന്റെ പേരിൽ അമേരിക്ക പോലും വിസ നിഷേധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇന്ത്യയുടെ ഇന്നത്തെ ഭരണാധികാരി. അപ്പൊ അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? റിപ്പോർട്ടേഴ്സ് ഫ്രം ഔട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഒരു അന്താരാഷ്ട്ര ഏജൻസിയാണ്. ആ ഏജൻസിയുടെ കണക്ക് പ്രകാരം ലോകത്ത് പൗരസ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന രാജ്യങ്ങളിൽ 108ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 1ാമത്തെ രാജ്യമല്ല, 2ാമത്തെ രാജ്യമല്ല, 20ാമത്തെ. ഈ രാജ്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്ന് നമ്മൾ അഭിമാനിക്കാറുണ്ട്. 98-100 കോടിയോളം ജനങ്ങൾ ഈ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്ന ലോകത്തിലെ ഏക രാജ്യം ഇന്ത്യ രാജ്യം മാത്രമാണ്. ഇങ്ങനെ പ്രവിശാലമായ ഒരു രാജ്യത്ത് അതിന്റെ ഭരണാധികാരി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന രാജ്യം പൗരാവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ, പൗരസ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ 1ാമതോ 2ാമതോ 10ാമതോ ആയി നിൽക്കേണ്ട രാജ്യമാണ് ഇന്ത്യ. പക്ഷെ ഇന്ത്യ ഇന്ന് 108ാമത്തെ സ്ഥാനത്തിലേക്ക് ഇന്ത്യ മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നുണ്ടല്ലോ. ലോകത്ത് നമ്മുടെ കൂടെ സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ് പാകിസ്ഥാൻ. വിഭജിക്കപ്പെട്ടു പോയതാണ്. അവിടെ ഏറ്റവും പരാജയപ്പെട്ട ജനാധിപത്യ പരീക്ഷണങ്ങൾ നടത്തുന്ന രാജ്യമാണ്. പക്ഷെ അവിടെ പോലും ഈ പൗരാവകാശങ്ങളും പൗരസ്വാതന്ത്ര്യവും കൊടുക്കുന്ന കാര്യത്തിൽ ഇന്ത്യയുടെ മുമ്പിലാണ് അവർ. 94ാമത്തെ സ്ഥാനം അവർക്കുണ്ട്. പാകിസ്ഥാനിൽ 94ാമത്തെ സ്ഥാനമുണ്ട് പാകിസ്ഥാൻ. പക്ഷെ ഇന്ത്യയിൽ ഇന്ത്യ ഈ റിപ്പോർട്ടേഴ്സ് ഫ്രം ഔട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഈ സംഘടന നടത്തിയ സർവേ പ്രകാരം 108ാമത്തെ സ്ഥാനമാണ് ഇന്ത്യ ഉള്ളത്. അപ്പൊ ഇന്ത്യ എവിടെയാണ് പൗരാവകാശം കൊടുക്കുന്ന കാര്യത്തിൽ, പൗരസ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ എത്തി നിൽക്കുന്നത് എന്ന് നിങ്ങൾ
മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് വിഷയീകരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് തീർച്ചയായിട്ടും ഒരു നിമിത്തമാകാൻ പോവുകയാണ്. ഇത് നരേന്ദ്രമോദിയുടെ അസ്ഥിവാരം ഇടക്കുന്ന രീതിയിലേക്ക് കെജ്രിവാളിന്റെ അറസ്റ്റ് മാറും. ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം മാറാൻ പോവുകയാണ്. കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത വിധം മോദി പരിഹാസ്യമായി പരാജയപ്പെടുന്ന തെരഞ്ഞെടുപ്പിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിന് പോലും കാരണമാകുന്ന ഈ സമരത്തെ ഞാൻ ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, നമസ്കാരം.